മാധ്യമപ്രവർത്തനം നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് മുഹമ്മദ് മുഹ്സിൻ എം.എൽ.എ. പട്ടാമ്പി പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് വിജയൻ പൂവക്കോടിന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. മുഹമ്മദ് മുഹ്സിൻ എം.എൽ.എ. യോഗം ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തനം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണെന്ന് മുഹമ്മദ് മുഹ്സിൻ എം.എൽ.എ. പറഞ്ഞു. പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ ആവശ്യകതകളും അദ്ദേഹം സൂചിപ്പിച്ചു. പട്ടാമ്പിയുടെ പ്രാദേശിക വാർത്തകളും പട്ടാമ്പിയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, പട്ടാമ്പിയുടെ ടാലൻസ്, പട്ടാമ്പിയുടെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഓരോ മേഖലകളിലുള്ള പ്രത്യേകതകൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകരെന്ന നിലക്ക് വളരെ മികച്ച പ്രവർത്തനമാണ് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മുടെ പ്രദേശത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ പ്രാദേശികമായിട്ടുള്ള ചില കഴിവുകൾ, ടാലൻസ്, അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ, നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ, കലാരൂപങ്ങളുടെ പ്രത്യേകതകൾ എന്ന് തുടങ്ങി ചരിത്ര പ്രാധാന്യമുള്ള പ്രത്യേകതകൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുകയും നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് മുന്നോട്ട് നയിക്കുന്നതിനും വലിയ പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട്. ഇനിയും അത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളിലൂടെ ഇപ്പം ഗാസയിലൊക്കെ വലിയ മാധ്യമ പ്രവർത്തകർ എത്രയോ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ലോകത്താകമാനം മാധ്യമ പ്രവർത്തനം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില വെല്ലുവിളികൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നേരിടുന്നുണ്ട്. പ്രസ് അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവർക്ക് അനുമോദനവും നൽകി. നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങൾ മടി കാണിക്കരുതെന്ന് ടി.പി. ഷാജി സൂചിപ്പിച്ചു. ഓരോ ഭരണസമിതിയുടെയും അതല്ലെങ്കിൽ ഭരണം നടത്തുന്ന ഓരോരുത്തരുടെയും തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു പത്രധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായി ഉണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായി മാത്രമേ സാധാരണ ഞങ്ങൾക്ക് നോക്കിക്കാണൂ. ഇപ്പോൾ പട്ടാമ്പിയുടെ ഒരു സമഗ്രമായ വികസനം, വലിയ പ്രതിസന്ധിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരം വിഷയങ്ങളിൽ സത്യസന്ധമായ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തണമെന്നും ഇനിയും കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നും ആണ് ഒരു വ്യക്തിപരമായി എനിക്ക് പറയാനുള്ള അഭിപ്രായം. പട്ടാമ്പിയിലെ റോഡ് പണിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡ്രെയിനേജ് പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഓരോ കടകളിലേക്കും വരുന്ന വാഹനങ്ങൾ, അവരുടെ പാർക്കിംഗ്, ഓരോ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ഉൾപ്പെടെയുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനുള്ള ഒരു പോരായ്മ അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നഗരസഭ അടക്കം അതിന്റെ വിമർശനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനത്തിലൂടെ എവിടെയാണ് അതിന്റെ പോരായ്മ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ പത്രമാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. പ്രസ് ക്ലബ് സെക്രട്ടറി എൻ.കെ. റാസി, ട്രഷറർ മോഹൻ ചരപ്പറമ്പിൽ, കെ. മധു, കെ.എ. റഷീദ്, യു.എ. ലത്തീഫ്, പി.കെ. സുമേഷ്, കെ. വിനോദ് കുമാർ, എസ്.പി. മുസ്തഫ, തങ്കമോഹൻ, പരമേശ്വരൻ, രഹന, വി.ടി. മുസ്തഫ, പ്രദീപ്, വിജീഷ്, വിഷ്ണു തൂലിക, വിനീത്, പ്രശാന്ത്, നിഷാദ് തുടങ്ങിയവരും സംസാരിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റായി മോഹൻ ചരപ്പറമ്പിലിനെയും ജനറൽ സെക്രട്ടറിയായി പി.കെ. സുമേഷിനെയും ട്രഷററായി കെ. വിനോദ് കുമാറിനെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ്മാരായി എ.എസ്. സന്ദീപ് ദാസ്, രഹന, സെക്രട്ടറിമാരായി യു.എ. ലത്തീഫ്, വി.ടി. മുസ്തഫ, ഓഡിറ്ററായി കെ. മധു, ടി.ആർ.ഒ.യായി പരമേശ്വരൻ, രക്ഷാധികാരികളായി വിജയൻ പൂവക്കോട്, എൻ.കെ. റാസി, സി. രവീന്ദ്രൻ എന്നിവരെയും തിരഞ്ഞെടുത്തു.